ശ്രീ എം ജയചന്ദ്രൻ. നോക്കൂ, സാധാരണഗതിയിൽ ഇല്ലാത്തതുപോലെ ജാമ്യ ഉത്തരവിൽ കേസിന്റെ ഒരു മെറിറ്റിലേക്ക് കോടതി കടക്കുന്നു എന്നുള്ളത് മാത്രമല്ല, ഒരു ഗ്രൗണ്ടുമില്ലാതെ CPIM നേതൃത്വത്തിനും നേതാക്കൾക്കുമെതിരെ വ്യാപകമായി ഇവിടെ നടത്തിയിരുന്ന വ്യാജ പ്രചാരണങ്ങൾക്ക് കൂടി കോടതിയുടെ ചില പരാമർശങ്ങളും നിരീക്ഷണങ്ങളും വലിയ തിരിച്ചടിയാകുന്നത് കൂടിയുണ്ട് എന്നത് മാത്രമല്ല. നോക്കൂ, സാധാരണഗതിയിൽ ഈ അടുത്തു കുറച്ച് നാളുകളായി നമ്മൾ കാണുന്ന രീതിയിൽ വിവിധ കോടതികളിൽ നിന്ന്, നീതിപീഠങ്ങളിൽ നിന്ന് ED എന്ന അന്വേഷണ ഏജൻസിക്കെതിരെ ഉണ്ടാകുന്ന പരാമർശങ്ങൾ കൂടിയുണ്ട്. അതുകൂടി നമ്മൾ ഈ കോണ്ടെക്സ്റ്റുമായി ചേർത്ത് വെച്ച് വായിക്കേണ്ടേ? അസിത, ഈ കേസിൽ ഇന്ന് ജാമ്യം അനുവദിച്ച കേസിൽ തീർച്ചയായിട്ടും ഞാൻ വിശ്വസിക്കുന്നത് നിശ്ചയമായി സന്തോഷിക്കാൻ ഏറെ കാര്യങ്ങളുണ്ട് ഹൈക്കോടതിയുടെ ഈ ജാമ്യ ഉത്തരവിൽ എന്നുള്ളത് തന്നെയാണ്. ആ നിയമപരമായി ബോധ്യപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഈ ഘട്ടത്തിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ രാഷ്ട്രീയമായ വശങ്ങളും മാധ്യമപരമായ ഉത്തരവാദിത്തങ്ങൾ എങ്ങനെയാണ് പോയതെന്നുള്ളതും അടുത്ത ഘട്ടത്തിൽ സമയമുണ്ടെങ്കിൽ അത് പറയാം. ഈ അടിസ്ഥാനപരമായി ഇവിടെ ജാമ്യം കിട്ടണമെങ്കിൽ PMLA കേസിൽ ജാമ്യം എങ്ങനെയാണ് കിട്ടുക? ED FIR ആണല്ലോ രജിസ്റ്റർ ചെയ്യുന്നത്, ECIR ആണല്ലോ, അല്ലേ? എൻഫോഴ്സ്മെൻറ്റ് കേസ് ഇൻഫർമേഷൻ റിപ്പോർട്ട് എന്നാണ് പറയുക. അത് കുറ്റാരോപിതർക്ക് കൊടുക്കാറില്ല, അവർക്ക് കാണാനുള്ള അവകാശവുമില്ല എന്ന് തന്നെയാണ് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ പിന്നെ എന്താണ് വഴി? ജാമ്യം കിട്ടണമെങ്കിൽ ഒരേ ഒരു വഴിയേ ഉള്ളൂ, കോടതിക്ക് ബോധ്യപ്പെടണം. കുറ്റാരോപിതർ കുറ്റക്കാരല്ല എന്ന് കോടതിക്ക് ബോധ്യപ്പെടണം. എന്നാൽ മാത്രമേ PMLA കേസിൻ്റെ 2002 ആക്ടിൽ ആ സെക്ഷൻ പ്രകാരം, സെക്ഷൻ 45 പ്രകാരം ജാമ്യം കിട്ടണമെങ്കിൽ കോടതിക്ക് ബോധ്യപ്പെടുക മാത്രമേ ഉള്ളൂ മാർഗം. ആ മാർഗമാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഒന്ന്. രണ്ടാമത്, ഇത് ആരാണ് ഹാജരായെന്ന് ആലോചിക്കണം. EDക്ക് വേണ്ടി ഹാജരായത് ആരാണെന്ന് ആലോചിക്കണ്ടേ, അത് കാണണ്ടേ? അഡീഷണൽ സോളിസിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ ശ്രീ രാജു, അദ്ദേഹമാണ് EDക്ക് വേണ്ടി കേസിൽ ഹാജരായത്. അതും കൂടെ ഓർക്കണം. 3. എന്തായിരുന്നു വിഷയം? കഴിഞ്ഞ ഈ 14 മാസമായിട്ട് ഈ അരവിന്ദാക്ഷനെതിരെ പ്രയോഗിച്ചിരുന്ന പ്രധാനപ്പെട്ട ചാർജ് എന്തായിരുന്നു അറിയുമോ? 20,500,000 രൂപ ഈ അരവിന്ദാക്ഷൻ്റെ അക്കൗണ്ടിലൂടെ കൈമാറ്റം ചെയ്യപ്പെട്ടു. ഇതാണ് പ്രധാനപ്പെട്ട ചാർജ്, ബേസിക് ചാർജായിട്ട് വന്നത് അരവിന്ദാക്ഷനെതിരെ. പക്ഷേ എങ്ങനെയാണ് ആ കേസ് ഈ 20,500,000 രൂപ അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിൽ വന്നതും പോയതും എന്നുള്ളത് വ്യക്തമായി ബോധ്യപ്പെടുത്താൻ സാധിച്ചു. എങ്ങനെയാണ്? ആ പണം എന്ന് പറയുന്നത് ഈ ജാമ്യം കിട്ടാതെ ഇപ്പോഴും ഉള്ള ഈ കേസിലുള്ള സതീഷ് കുമാർ വ്യക്തമായിട്ട് കുറ്റക്കാരനാണെന്നുള്ളതുകൊണ്ടാണല്ലോ ജാമ്യം കിട്ടാത്തത്. അദ്ദേഹത്തിൻ്റെ മകൾ MBBS പഠിക്കുകയാണ് മലബാർ മെഡിക്കൽ കോളേജിൽ. ആ മകൾക്ക് അങ്ങോട്ട് അയച്ചു കൊടുക്കാനാണ് 20,500,000 രൂപ അയച്ചു കൊടുക്കുന്നത്, ഈ അക്കൗണ്ടിലേക്ക് കൊടുക്കുന്നത് അരവിന്ദാക്ഷൻ്റെ. അത് അദ്ദേഹം അപ്പോൾ തന്നെ ട്രാൻസ്ഫർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്, ആ തുക, ആ പണം. എന്ന് മാത്രമല്ല, ഈ 20,500,000 രൂപ അയക്കാനായിട്ട് 1,500 രൂപ സ്വന്തം കയ്യിൽ നിന്നാണ് അദ്ദേഹം കൊടുത്തത്. ആ തെളിവുകളൊക്കെ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും നാൾ ഈ മനുഷ്യൻ കിടന്നത് തൻ്റെ ബോസ് എന്ന് പറയുമ്പോൾ സതീഷ് ബോസാവുന്നത് സതീഷിൻ്റെ കാർ ഡ്രൈവറാണ് ഈ അരവിന്ദാക്ഷൻ. അതും കൂടെ മനസ്സിലാക്കണം. കാർ ഡ്രൈവറായ അരവിന്ദാക്ഷൻ അദ്ദേഹത്തിൻ്റെ ബോസ് പറഞ്ഞതനുസരിച്ച് അയാളുടെ സതീഷിൻ്റെ മകൾക്ക് മെഡിക്കൽ കോളേജിലേക്ക് ആവശ്യമായ ഫീസോ മറ്റെന്തോ അത് അയച്ചു കൊടുത്തു. അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിലേക്ക് ഉടനെ തന്നെ DD എടുത്ത് അത് അയച്ചു കൊടുക്കുകയും ചെയ്തു. ഇതാണ് അദ്ദേഹം ചെയ്ത കുറ്റം. ആ ഒരൊറ്റ കുറ്റം കൊണ്ടാണ് ഈ മനുഷ്യൻ ഇവിടെ കിടക്കുന്നത്. അപ്പോൾ കോടതി എന്താണ് പറഞ്ഞത്? ഒരു കാര്യം കൂടെ പറഞ്ഞേ ഹൈക്കോടതി, അടുത്ത കാലത്തെങ്ങും ഇത് വിചാരണയ്ക്ക് വരാൻ പോകുന്നില്ല. എന്താ കാര്യം? അതും പരിഗണിക്കണ്ടേ, നമ്മൾ കാണണ്ടേ? അത് ഒറ്റ കാര്യമേ ഉള്ളൂ. ക്രൈംബ്രാഞ്ചിൻ്റെ കേസ് കിടക്കുകയാണ്, 30ഓളം കേസുകളുണ്ട്. ആ കേസിൽ ചാർജ് ഷീറ്റ് ഫയൽ ചെയ്തിട്ടില്ല. ആ ചാർജ് ഷീറ്റോട് വന്ന് വിചാരണയും കഴിഞ്ഞതിന് ശേഷമാണ് അക്യൂസ്ഡ് ആയിട്ടുള്ളവരെല്ലാം അക്യൂസ്ഡ് ആണെന്ന് തീരുമാനിക്കപ്പെട്ടാൽ മാത്രമാണ് ഈ കേസിലേക്ക് പിന്നെ പ്രവേശിക്കാനാവുക. കാലം എത്ര കഴിയും? ഇതാണ് കോടതി ചോദിച്ചത്. ഇത്രയും കാര്യങ്ങൾ അവിടെ വന്നിട്ടില്ലേ? അപ്പോൾ അത് എത്രയും കാര്യങ്ങളാണ് ഹൈക്കോടതി മുമ്പാകെ വന്ന വിഷയങ്ങൾ. അത് എന്നെ സംബന്ധിച്ചോളം ചെറുതല്ലാത്ത സന്തോഷം തരുന്ന കാര്യങ്ങൾ തന്നെയാണ്. നീതിപീഠം വ്യക്തമായി കാര്യങ്ങൾ ബോധ്യപ്പെട്ടു എന്ന് മാത്രമല്ല, കാര്യങ്ങൾ കുറച്ചുകൂടെ വിശദീകരിച്ച് ചോദിക്കാനും പറയാനും ഹൈക്കോടതി തയ്യാറായി.
അതിൻ്റെ ഭാഗമായിട്ട് എന്താണ് സംഭവിച്ചത്? അതിൻ്റെ ഭാഗമായിട്ട് സംഭവിച്ച പ്രധാനപ്പെട്ട കാര്യം പിന്നെ മാധ്യമരംഗത്തുണ്ടായിട്ടുള്ള ചില സെറ്റ് ബാക്കുകൾ എന്ന് തന്നെ പറയാവുന്ന, അല്ലെങ്കിൽ പിന്നെ തിരുത്താൻ ഇനിയെങ്കിലും തയ്യാറാകുമോ എന്ന് ഞാൻ തന്നെ ചോദിക്കുന്ന, കേരളത്തിൽ ഇതുമായി ബന്ധപ്പെട്ട മാധ്യമങ്ങൾ നടത്തിയ ഒരു വലിയ ചരിത്രമുണ്ടല്ലോ, കെട്ട ചരിത്രം എന്നാണ് ഞാൻ അന്നും ഇന്നും പറയുക. പിന്നെ കാരണം അതിൻ്റെ അകത്ത് എന്തൊക്കെയായിരുന്നു വേണ്ടിയിരുന്നത് ഇവർക്ക്? അരവിന്ദാക്ഷനെ പെടുത്താനായിട്ട് ആഗ്രഹിച്ചത് എന്തുകൊണ്ടാണ്? AC മൊയ്തീനെ കൊടുക്കണം, MK കണ്ണനെ കൊടുക്കണം, അതുവഴി പിന്നെ PK ബിജുവിൻ്റെ പേര് പറയിപ്പിക്കണം, അതുവഴി K രാധാകൃഷ്ണൻ്റെ പേര് പറയിപ്പിക്കണം. ഇങ്ങനെയുള്ള രാഷ്ട്രീയ ആവശ്യങ്ങൾക്കാണ് ED ഇതൊക്കെ ചെയ്യിപ്പിച്ചത്. എന്ന് മാത്രമല്ല, ഇവരൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി. അത് പറയാതിരിക്കാൻ കഴിയില്ല അസിത. ഇവരൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി എറണാകുളത്തെ ED ഉദ്യോഗസ്ഥർ. എന്നിട്ട് എറണാകുളത്തെ മാധ്യമപ്രവർത്തകരെയാകെ അത് ഉൾക്കൊള്ളിച്ചു. അവർ ഒഴിവാക്കിയ 2 മാധ്യമങ്ങളുണ്ട് കേട്ടോ, അത് പ്രത്യേകം നമ്മൾ അറിയേണ്ടതാണ്. ഒന്ന് കൈരളി, 2 ദേശാഭിമാനി. ഈ 2 മാധ്യമ സ്ഥാപനങ്ങളുടെ പ്രതിനിധികളെ ആ EDയുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഉൾക്കൊള്ളിച്ചില്ല. ബാക്കിയുള്ള ആൾക്കാർക്കെല്ലാം കൂടെ ചേർത്തൊരു വാട്സാപ്പ് ഗ്രൂപ്പ്, കഥകൾ അവർ മെനയും, അവർ കഥകൾ ഈ വാട്സാപ്പ് ഗ്രൂപ്പിലൂടെ കൊടുക്കും. അത് പിറ്റേന്ന് അന്ന് ഇവിടെ കൊടുക്കുന്ന ദിവസം ഇലക്ട്രോണിക് മീഡിയ, അതായത് ചാനലുകൾ അത് ചർച്ച ചെയ്യും, അത് ചർച്ചയാക്കും. പിറ്റേ ദിവസം മാധ്യമങ്ങൾ ഫ്രണ്ട് പേജ് സ്റ്റോറിയാക്കി അത് പുറത്തേക്ക് വിടും. ഇതായിരുന്നല്ലോ കണ്ടുപോന്നിരുന്നത്. അതിനെയൊക്കെ നിഷ്കരുണമാണല്ലോ ഹൈക്കോടതി നിന്ന് ചവിട്ടി അരച്ച് കളഞ്ഞത്. ഞാൻ അങ്ങനെ പറയൂ, ഹൈക്കോടതി ചവിട്ടി അരയ്ക്കുകയായിരുന്നു ഈ തെറ്റായ പ്രവണതകളെ ആകെ. സമീപകാലത്ത് ഇത്രയും സമഗ്രവും ഉജ്ജ്വലവുമായ ഒരു ജാമ്യ ഹർജി വിധി ഞാൻ വായിച്ചിട്ടില്ല, കണ്ടിട്ടുമില്ല. അത്ര നമുക്ക് അതിൻ്റെ ആ സമഗ്രതയിൽ വിശ്വസിക്കാൻ പൂർണ്ണമായും നമ്മളെ ഉൾക്കൊള്ളിക്കുന്ന വിധമാണ് ആ വിധി വന്നത്. അതുകൊണ്ട് തന്നെ അത് ഞാൻ വീണ്ടും പറയുന്നു, സന്തോഷിക്കാൻ വളരെയേറെ വക തരുന്നത് തന്നെയാണ് സദാ.